ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വ്ളോഗ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ബാഗെല്ലാം ഉള്ള പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ഡേറ്റ് എടുത്തിട്ടുണ്ട്. സോ അതിനിപ്പോഴേ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ ഏത് സമയത്ത് എന്താ ഉണ്ടാവുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് മതിയായിരിക്കുമോ ഇല്ലയെന്നൊന്നും അറിഞ്ഞൂടാ. ബട്ട് അത്യാവശ്യം എസെൻഷ്യൽസ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് പതുക്കെ ഹോസ്പിറ്റൽ ബാഗ് അങ്ങ് പാക്ക് ചെയ്യാം. ബാക്കി എന്തൊക്കെ വേണം അന്നേരം ആലോചിച്ച് ബാക്കി കൂടെ ബാഗിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്കിംഗ് തുടങ്ങാം. അപ്പോൾ എനിക്കങ്ങനെ വലിയ പാക്കിങ്ങിന് അധികം ഓർഗനൈസേഷൻ ഇല്ലാത്തതുണ്ട്. അപ്പം അതൊക്കെ യോജി പാക്ക് ചെയ്ത് ഇടണം. അപ്പോൾ ഇതൊരു ഡഫിൾ ബാഗാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. കുറച്ച് സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്ക് നമുക്ക് കാണാൻ തോന്നുന്നു. അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ എടുത്ത് വെക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക് കുഞ്ഞിൻ്റെ സാധനങ്ങൾ ഫസ്റ്റ് ലാസ്റ്റിൽ എടുക്കുന്നത്. അപ്പം നിനക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, നിനക്ക് ഹോസ്പിറ്റലിൽ ഇടാനുള്ള ഡ്രസ്സുകൾ അതെല്ലാം നമുക്ക് ആദ്യം അവസാനം കയറ്റാം. കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം ആദ്യം നമുക്ക് കേൾക്കാം. അത് നമുക്ക് അവസാനം എടുത്താലോ, എന്തായാലും അവിടെ ചെന്നിട്ട് നീ ഡ്രസ്സ് ഇട്ടതിന് ശേഷമല്ല ബാക്കി. സോ അപ്പം ഈ ബാഗിലേക്കാണ് നമ്മൾ ഓരോന്ന് പാക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പാക്ക് ചെയ്യാം. പെങ്കച്ചായോണ്ട് എന്തിനു ശേഷം? ആ ഓക്കെ. അല്ലാതെ ഇടാൻ പറ്റത്തില്ലല്ലോ. ഈ ഡ്രസ്സാണ് ഫസ്റ്റ് മോക്കിടാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് ഒരു കുഞ്ഞി ക്യാപ്പ്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പം ഇത് മടക്കി വലിയ പരിചയമില്ല. തുണി മടക്കലെല്ലാം തൻവയാണ്, ഞാനാണ്. അപ്പോൾ ഓ ഓക്കെ. ചുനിയുള്ള കാലിരിക്കാനുള്ള ഞാനൊക്കെ മതിയായിരിക്കും. ഇതായിരിക്കാം. ചെറുതായിട്ട് മുടക്കണം തോന്നുന്നു. ഇതതിൻ്റെ സെറ്റല്ലേ, തൊപ്പി രണ്ടും കൂടെ വെക്കാം. ഒരു സെറ്റ്. പിന്നെ ഇവളുടെ 2-3 എന്തായാലും അഴുക്കാവില്ല പെട്ടെന്ന്. 1 2 3 4 5 ഒരു 5 ഡ്രസ്സ് മതിയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഒരുമിച്ച് അങ്ങ് മടക്കാം പോരെ. അടിയിലൊരു തുണി വല്ലതും ഇടണോ? ഓക്കെ. ഇച്ചിനിയുള്ള സോക്സ് ഇത്രയും മതിയായിരിക്കും, ചെറുത് മതിയായിരിക്കും അല്ലേ? അവളുടെ ആദ്യം ഉടുപ്പിനോട് പിങ്ക് സോക്സ് സെറ്റില്ലായിരുന്നു, സോക്സിൻ്റെ സെറ്റില്ലായിരുന്നു അതിൻ്റെ കൂടെ. അത് നിക്കറോ പാൻ്റ് അത് പാൻസ് ഉണ്ട്. വെതർ എങ്ങനെയാന്ന് അറിയാൻ വയ്യ, അതാണ് പ്രശ്നം. ഇവിടെ ഇനി ഏപ്രിൽ ആകുമ്പോ തണുക്കോ ചൂടെടുക്കോ ഒന്നും അറിയാൻ വയ്യ. 2 ദിവസം തണുപ്പ്, 3-ാം ദിവസം ചൂട്. എന്നാൽ രണ്ടിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ്, പുറത്ത് മഞ്ഞുമുണ്ട് വെയിലും ഉണ്ട്, അതാണ് കോമഡി. ഇത് മതിയായിരിക്കും. ഇത് ആവശ്യത്തിനധികം അവക്ക് തുണിയുണ്ട്. പിന്നെ ഇതെല്ലാം മറ്റേ എന്താ പറഞ്ഞ ഇതിനെന്ത് എനിക്കറിയത്തില്ല. സഖി. ഓക്കെ. എന്തായാലും ഓക്കെ. ഈ സംഭവം എന്തുവാ?
പാല് സ്റ്റോർ ചെയ്യുന്ന സാധനം. ആ ഫസ്റ്റ് ഇങ്ങനെ ലാക്ടേറ്റ് ആകുമ്പോഴത്തേക്കും ലീക്ക് ആവാതിരിക്കാനുള്ള സാധനം. ഓ കണ്ടോ, കുറച്ച് പാമ്പേഴ്സ് അവർ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ചെയ്യോ? ചെയ്യും. പക്ഷെ എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് ഒരു ചെറിയൊരു ബാഗ് അതൊരു പാമ്പേഴ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം ജെൻഡർ റിവ്യൂവിന് ഒരു ഗെയിം നടത്തിയ ഓർമ്മയുണ്ടോ? അതൊന്ന് മേടിച്ചതാ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് 2 യൂസ് ചെയ്യും. അവളുടെ പിന്നെ ഇത് നമുക്ക് കാണിക്കൂ. അത് പക്ഷേ പേരുണ്ടായിരുന്നത് പേരില്ല ഉണ്ട്. ഉണ്ടോ? ഒന്നോ അപ്പൊ കാണിക്കാൻ പറ്റത്തില്ല. എനിക്ക് പേര് ഹൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. അതായത് ഹൈറ്റും ലെങ്ത്തും ഡേറ്റും ഒക്കെ അറിയുന്ന ഒരു സംഭവം. അപ്പോൾ പേര് സർപ്രൈസ് ആയിട്ട് നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. അതേപോലെ അവൾക്കൊരു ഡ്രസ്സും എടുത്തായിരുന്നു നമ്മള്, പേര് വെച്ചിട്ടുള്ള അവളുടെ പേരുള്ള ഒരു ഡ്രസ്സാണിത്. നമ്മളിപ്പോൾ കാണിക്കുന്നില്ല, റിവീൽ ചെയ്ത പേരറിയാൻ പറ്റും. അപ്പോൾ ഇതും കാണിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് പാക്ക് ചെയ്യാനാണ് പോകുന്നത്. അവളുടെ ഒരു 2 എണ്ണമായില്ലേ? ഇതാ പിന്നെ അവിടെ ഒരു തൊപ്പി പോലത്തെ ഒരു സംഭവം. ഇനി അവൾക്ക് ഇനി എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞിട്ട് ബിബ് 2 ബിബ് 2 മതിയായിരിക്കും അല്ലേ? 2 ബിബ്, പിന്നെ അവളെ പൊതിഞ്ഞെടുക്കാനുള്ള ടവൽ എന്ന് പറയുന്നത് സ്വാഡിലിങ്ങോ എന്തോ പൊതിഞ്ഞെടുക്കുക. അപ്പോൾ അതിനുള്ള ടവൽ വിളിക്കുള്ളൂ. ഇല്ല ഇങ്ങനെ നോക്കാം. അപ്പോൾ ഇത്രയാണ് കുഞ്ഞിനുള്ള പ്രിപ്പറേഷൻസ്. ഓ യാ, ബോട്ടിൽ ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇത് അവളുടെ തൊപ്പി, അതറിഞ്ഞൂടാ, എന്തായാലും നമ്മൾ അടുത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മോക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബാഗ് എടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എൻ്റെ ഡ്രസ്സ് നീ പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഇതെൻ്റെ ഒരു ടീഷർട്ട്, പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് മതിയായിരിക്കും. അതൊക്കെ ഇങ്ങനെ മതി. ഒരു പാൻറ്റ്, 2 ദിവസമല്ലേ അവളെ കാണത്തുള്ളൂ നമ്മൾ. അപ്പോൾ ഒന്നിട്ടുകൊണ്ട് പോകുന്നേ, ഒന്നിത് മതിയായിരിക്കും. രാത്രി ചേഞ്ച് ചെയ്യാം, വല്ലതും വേണമെങ്കിൽ അന്നേരം എടുക്കാം. കയ്യിൽ വേണോ? എന്തെങ്കിലും ഷോർട്സ് എടുത്ത് വെക്കാം. അപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞ ഇത് മറ്റേ പാലൊക്കെ ജസ്റ്റ് ഡ്രസ്സിലേക്ക് ലീക്ക് ആവാതിരിക്കാൻ സംഭവം ഞാൻ പതുക്കെ പാക്ക് ചെയ്യാം. ഒരു സൈഡിൽ മാത്രമേ ഇനി സ്പേസ് ബാക്കിയുള്ളൂ. പിന്നെ ഇത് ഫീഡിങ്ങിന് എളുപ്പമാവാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇടാനും ഊരാനൊക്കെ പറ്റും, ഇങ്ങനെ ഡ്രസ്സൊക്കെ പൊക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ കൂടെ തണുക്കാതിരിക്കാൻ ഒരു കോട്ട് പോലെ ഒരു സാധനമുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, വെതർ നമുക്ക് അറിയാൻ പറ്റത്തില്ല തണുപ്പാണോ ചൂടാണോ എന്ന്. അപ്പോൾ ഇതൊരു സെറ്റ്. പിന്നെ ആശുപത്രിയിലെ ഒരു ഗൗൺ ആദ്യം ഡെലിവറി സമയത്ത് നമ്മളിടും, ബട്ട് അത് ഓപ്ഷനല്ല, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ മിക്കവാറും ഇടുമായിരിക്കും. പിന്നെ ഇതും ഒരു ഗൗൺ പോലെയാണ്. ഡെലിവറി കഴിഞ്ഞ് പാൻറ് ഉടുപ്പൊന്നും പെട്ടെന്ന് നമ്മൾ ഇടത്തില്ലല്ലോ. അപ്പോൾ ഇതും അതേപോലത്തെ ഒരു ഗൗണാണ്, പെട്ടെന്ന് ഈസിലി ആക്സസബിളാണ് ഫീഡിങ്ങിനൊക്കെ. പിന്നെ എനിക്കും തന്നെ സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാൻ എളുപ്പമുള്ള ഒരു സംഭവം. അപ്പോൾ ഇത് 2 സെറ്റ് എനിക്ക്. പിന്നെ നമ്മൾ വേണമെങ്കിൽ നിനക്ക് ഒരു സെറ്റ് എനിക്ക് വേണമെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോവാമല്ലോ വീട്ടിലേക്ക്. എന്തായാലും ഞാൻ ആദ്യം ഇറങ്ങത്തില്ലല്ലോ. പിന്നെ 2 ഫീഡിങ്ങിന് വേണ്ടി ബ്രാ മേടിച്ചിട്ടുണ്ട്. അതും ജസ്റ്റ് അൺഹുക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് പോലെ ഫീഡ് ചെയ്യാൻ എളുപ്പമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ 2 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഹോസ്പിറ്റലാകുമ്പോഴത്തേക്കും വീട്ടിലുള്ള ഒരു ഫ്രീഡം ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ എന്തായാലും ഇതേപോലെ 2 സെറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പാക്ക് ചെയ്യാം.
ഓക്കെ. കവറെല്ലാം ഒഴിവാക്കാതെ. കവറ് ഞാൻ മേടിച്ചിട്ട് അതേപോലെ മാറ്റി വെച്ച് ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ഇടുന്ന ബെൽറ്റാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ലിയറിന് ഞാൻ യൂസ് ചെയ്തതാണ്. അങ്ങനെയാണ് എൻ്റെ വയറൊക്കെ ഒരുവിധം ഒതുങ്ങിയത്. ഇതൊരു ഡെലിവറി കഴിഞ്ഞിട്ട് ഇടുന്ന ഒരു ബെൽറ്റാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഇടാൻ ഇച്ചിരി പാടായിരിക്കും, പക്ഷെ അതിന് ശേഷം കുഴപ്പമില്ലായിരിക്കും. പിന്നെ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ നാട്ടിലെ പോലെ വെള്ളമല്ലല്ലോ ഇവിടെ ആരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് വാഷ് ചെയ്യാനൊക്കെ കൊണ്ടുപോകാൻ ഹൈജീനിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇതാണ് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. പെരിക്കെയർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന ഒരെണ്ണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മുടെ കുറച്ച് പെർഫ്യൂമും ഫേസ് വാഷും ക്രീമും പിന്നെ ഹെയർ ബ്രഷ്, പിന്നെ മുഖത്തിടാൻ കുറച്ച് ക്രീം വേണമെങ്കിൽ അത്. ഞാൻ ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത് സ്ട്രെച്ച് മാർക്കിനൊക്കെ. ഈ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഉള്ളതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ സ്ട്രെച്ച് മാർക്കിൻ്റെ പ്രശ്നമില്ല, പക്ഷേ എന്നാൽ സ്കിൻ ഡ്രൈ ആകുമ്പോഴത്തേക്ക് യൂസ് ചെയ്ത് കൊള്ളാം. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതാനും ഒരു ലിപ്സ്റ്റിക്കും, അത്രേ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയൊരു ബാഗിൽ ഇട്ട് വെക്കാം അല്ലേ? ബാഗിലിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്താലും മതി, ബാഗിലിട്ടങ്ങ് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പ്രിപ്പ് ചെയ്യാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ. ഓക്കേ, അങ്ങനെ ഒരുവിധം പാക്കിങ് കഴിഞ്ഞു. അപ്പോൾ ബാക്കി സാധനങ്ങൾ എടുത്ത് പാക്ക് ചെയ്യുവാണ്. അപ്പോൾ കൊച്ചു വരാൻ എക്സൈറ്റഡ് ആണോ, റെഡി ആണോ, എന്താണ് അഭിപ്രായം? എക്സൈറ്റഡ് ആണ്. ഉറങ്ങണ്ട ഇതിനാ ഉറക്കമൊക്കെ. അപ്പോൾ ഉറക്കം പോകുന്നത് മാത്രമല്ല, ഇപ്പോൾ ലിയനും കൂടെ ഉള്ളതുകൊണ്ട് രാവിലെ അവനെ സ്കൂളിൽ പറഞ്ഞു വിടാൻ വേണ്ടി എണീക്കണം. പിന്നെ എൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉറങ്ങണം, കൊച്ചിൻ്റെ കാര്യം നോക്കണം. എല്ലാം കൂടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുവിടാ, ബട്ട് മാനേജ് ചെയ്യണം അല്ലേ, ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ നമ്മുടെ കൂടെ ബാഗ് പാക്ക് ചെയ്യാൻ ഉണ്ടായിട്ട് കൊള്ളാം. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ആ വ്ളോഗ്. പിന്നെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറയാമെങ്കിൽ ഞാൻ അത് ആഡ് ചെയ്യാം ബാഗിലേക്ക്. സോക്സ് ഒന്നും എടുത്തില്ലല്ലേ നമുക്കിടാൻ, തണുക്കാതിരിക്കാൻ. അപ്പോൾ അതേപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനിയും ഓർത്ത് വെച്ച് എടുക്കണം. അപ്പോൾ അതൊക്കെ അതും കൂടെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വ്ളോഗ്. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.